നമസ്കാരം മാഷേ. മാഷേ, ഞാൻ 10D പഠിക്കണ മനോഹരന്റെ അമ്മയാണ്. വാവ ഇരിക്കൂല, കിടക്കണെ തൊട്ടിക്ക് എടുത്തിട്ടാ കൊണ്ടുവന്നിട്ടില്ല. അതല്ല വന്നിരിക്കാനാണ് പറഞ്ഞത്. മാഷ് കൊച്ചിനോട് പറഞ്ഞെന്ന് പറഞ്ഞ അമ്മേനെ വിളിച്ചിട്ട് വന്നിട്ട് സ്കൂളിൽ കയറിയാൽ മതി. എന്താണ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയവൻ? മനോഹരന് സ്കൂളിൽ പ്രശ്നം ഉണ്ടാക്കേ. ഒരു 1500 കുട്ടികൾ ഈ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. ഈ 1500 കുട്ടികൾ ഇത്രയും മെനകെട്ട ഒരു ചെക്കൻ ഇവനെങ്ങനെ നിങ്ങൾ വളർത്തുന്നത്? അത് ഞാൻ കാലത്ത് കൊച്ചിന് കട്ടൻ ചായയിൽ ഹോർലിക്സ് ഇട്ട് കൊടുക്കും. 10 മണിക്ക് പുട്ടും മുട്ടക്കറി, ഉച്ചക്ക് ചോറ് മീൻ പുറത്ത്, വൈകുന്നേരം 3 മണിക്ക് ചായ ചെറുകടി, രാത്രി കഞ്ഞി ചുട്ട പപ്പടും. ഇത്രയും കൊടുത്താണ് ഞാൻ എന്റെ കൊച്ചിനെ വളർത്തുന്നത്. അവനെ ഇതൊന്നും കൊടുത്തല്ല വളർത്തേണ്ടത്. പിന്നെ നല്ല പച്ച പുല്ല് വേണം കൊടുക്കാനായിട്ട്. പോത്തണവൻ തനി പോത്ത്. ഉള്ള കാര്യം പറയലോ, മനോഹരനെ പോലെ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. വേണ്ട മാഷ, ഞങ്ങൾ TC കൊടുത്ത് വിട്ടേക്ക്. എന്താണ് നമ്മുടെ സ്കൂളിൽ വെറുതെ ചീത്തപ്പേരുണ്ടാക്കി ഇങ്ങനെ കുറെ എണ്ണം? കാര്യമാണ് ഈ പറഞ്ഞത്. അല്ല, മനോഹരനെ പോലെ വേറെ ഏതാണ്ട് ഒരു കൊച്ചുണ്ടെന്ന് പറഞ്ഞു. മനോഹരനെ പോലെ വേറെ കൊച്ചിന്റെ കാര്യമല്ല പറഞ്ഞത്, മനോഹരന്റെ കാര്യം, നിങ്ങളുടെ കൊച്ചിന്റെ കാര്യമാണ് പറഞ്ഞത്. അവനെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. അതിന് വേണ്ട എന്ത് തെറ്റാണ് മാഷ എന്റെ മോൻ ചെയ്തത്? അവൻ ചെയ്തിരിക്കുന്നത് മൊത്തം തെറ്റാണ്. ഇന്ത്യ ലോക മഹായുദ്ധത്തിന് ചുക്കാൻ പിടിച്ച പട്ടാളക്കാരന്റെ പേര് ചോദിച്ചപ്പോഴേ മേജർ മഹാദേവൻ എന്ന്. അതവനെ അറിയാൻ പാടില്ല. ചുക്കാൻ സിനിമ ഞാൻ മാത്രമേ കണ്ടുള്ളൂ. സുരേഷ് ഗോപി ആരണ്ടല്ലേ അഭിനയിച്ചേക്കണ? ഇത് ആരോടാണ് ഞാൻ ഈ പറയണത്? സ്കൂളിന്റെ പടി പോലും കാണാത്ത അമ്മമാരാണ് മക്കൾക്കുള്ളത്. ഞാനും സ്കൂളിലൊക്കെ പോയിട്ടുണ്ട് മാഷെ. ഞാനും കിറു വരെ ഞാനും പഠിച്ചിട്ടുണ്ട്. ഒരുപാട് പഠിച്ചെനിക്ക് മനസ്സിലായിട്ടാ. എന്നാലും മാഷെ എന്തിന്റെ പേരിലാണ് മാഷി ക്ലാസ്സിന് പുറത്താക്കിയെന്നൊന്ന് പറയും. മനോഹരൻ ക്ലാസ്സിലിരുന്ന് ചുമച്ചു. എന്റെ ദൈവം തമ്പുരാനെ, എന്റെ മകനൊരു ചുമച്ചെന്നാണ് ഈ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടത്. അങ്ങനെ ചുമ്മാ ഒരു ചുമച്ച ഞാൻ പുറത്തുവിടില്ല. എന്റെ ക്ലാസ്സിലിരുന്ന് ബീഡി വലിച്ച് ചുമച്ച ആരായാലും ഞാൻ പറഞ്ഞു കൊടുക്കും. ഞാൻ എത്ര വട്ടം നിങ്ങളുടെ ഫോണിൽ വിളിച്ചു, നിങ്ങളെന്താ ഫോൺ എടുക്കാണ്ടിരുന്നത്? അത് പിന്നെ ചേട്ടൻ കൂടെ ഉള്ളപ്പോ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റും. ഞാൻ തിരിച്ചു വിളിച്ചിട്ട് മാഷ് ഫോൺ എടുത്തില്ല. ഞാൻ ഫോൺ നോക്കില്ല, ഉച്ചന് അയച്ചിട്ടുണ്ട് വാട്സപ്പ്. അയ്യാ, അതല്ല നിങ്ങളോട് ശൃംഖരിക്കാനല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മോൻ മനോഹരൻ ഈ സ്കൂളിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ ഉണ്ടാക്കണം അറിയാമോ? അതിനുവേണ്ടി ഒരു മീറ്റിംഗിനെ വിളിച്ചത്. നിങ്ങൾ എന്തുകൊണ്ട് മീറ്റിംഗിന് വന്നില്ല? അങ്ങനെയാണെങ്കിൽ അവൻ കുടുംബത്തിൽ കിടന്ന് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കണ്ടേ? ഞാൻ മാഷിനെ വല്ല മീറ്റിംഗിന് വിളിക്കണുണ്ടാ? ഇതൊക്കെ പിള്ളേരാവുമ്പോ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ ഒരു തഞ്ചത്തിലും മയത്തിലും പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെയാണ് മാഷന്മാര്. എന്നാ പോട്ടെ, കഴിഞ്ഞ മാസം ഒരു ഡിയോ കാണാൻ വേണ്ടി വന്ന് നിങ്ങളുടെ കൊച്ചു വന്നില്ല. മാഷിന്റെ കൂട്ടുകാർ കാണാൻ വേണ്ടി എന്റെ മകൻ എന്തിനാണ് സ്കൂളിലോട്ട് വന്നത്? ഡിയോ എന്റെ കൂട്ടുകാരനാ. പിന്നെ മാമൻ വല്ലതാണോ?